പ്രൈസ് ദ ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഷെക്കൈന ടെലിവിഷൻ ഈ വർഷത്തെ തിരുപ്പിറവിക്ക് ഒരുക്കമായി നമുക്കായി നൽകുന്ന ദ ജോയ് ഓഫ് ദ ഗോസ്പൽ എന്ന ക്രിസ്തുമസ് ഒരുക്ക ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തു ലോകം മുഴുവനും സൗജന്യമായി നൽകും എന്ന് വാഗ്ദാനം ചെയ്ത ആനന്ദം നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമേ അവിടുന്ന് പ്രത്യേകമായ രീതിയിൽ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ അപ്പസ്തോലിക ആഹ്വാനമായ ദ ജോയ് ഓഫ് ദ ഗോസ്പൽ ആരംഭിക്കുന്നത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറയുകയാണ്, സുവിശേഷത്തിൻ്റെ ആനന്ദം യേശുവിനെ അഭിമുഖീകരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലും ജീവിതത്തിലും കവിഞ്ഞൊഴുകുന്നു. സുവിശേഷത്തിൻ്റെ ആനന്ദം യേശുവിനെ കണ്ടുമുട്ടുന്ന, യേശുവിനെ അഭിമുഖീകരിക്കുന്ന, ആ ഫേസ് ടു ഫേസ് കടന്നു വരുന്ന ഓരോരുത്തരുടെയും എല്ലാവരുടെയും ഹൃദയങ്ങളിലും ജീവിതത്തിലും കവിഞ്ഞൊഴുകുന്നു. എന്നിട്ട് പറയുകയാണ്, അവിടുത്തെ രക്ഷയുടെ വാഗ്ദാനം സ്വീകരിക്കുന്ന എല്ലാവരും പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ആന്തരിക ശൂന്യതയിൽ നിന്നും ഏകാന്തതയിൽ നിന്നും വിമോചിക്കപ്പെടുന്നു. യേശുവിനോടൊപ്പം ആനന്ദം നിരന്തരം നവജന്മം പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ ആനന്ദം യേശുവിനെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കവിഞ്ഞൊഴുകുമെന്നാണ് പരിശുദ്ധ പിതാവ് ദൈവജനത്തെ ഈ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ഓർമ്മിപ്പിച്ചത്. തുടർന്ന് പറയുകയാണ്, അവിടുത്തെ രക്ഷയുടെ വാഗ്ദാനം സ്വീകരിക്കുന്ന എല്ലാവരും പാപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ആന്തരിക ശൂന്യതയിൽ നിന്നും ഏകാന്തതയിൽ നിന്നും വിമോചിക്കപ്പെടുന്നു. യേശുവിനോടൊപ്പം ആനന്ദം നിരന്തരം നവജന്മം പ്രാപിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു, നല്ല വാർത്തകളൊന്നുമില്ലാത്ത, നിരന്തരം വിഷാദത്തിലേക്കും ആകുലതകളിലേക്കും അസ്വസ്ഥതകളിലേക്കുമൊക്കെ വഴുതി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ. അവിടെ യേശു തരുന്ന ആനന്ദം സ്വീകരിക്കാൻ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കർത്താവേ, ഈ 2-ാമത്തെ ദിവസം അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കരം നീട്ടണമേ. പൗലോസ്ലീഹ പറയുന്നു, റോമാലേഖനം 10:9, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ 4 കാര്യങ്ങൾ നീങ്ങിപ്പോകും. അതാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്, രക്ഷയുടെ വാഗ്ദാനം സ്വീകരിക്കുന്ന എല്ലാവരും പാപത്തിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ആന്തരിക ശൂന്യതയിൽ നിന്ന്, ഏകാന്തതയിൽ നിന്ന് അവര് വിമോചനം പ്രാപിക്കും. യേശുവിനോടൊപ്പം ആനന്ദം നിരന്തരം നവജന്മം പ്രാപിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ 2-ാമത്തെ ദിവസം പ്രിയമുള്ളവരെ, യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ, രക്ഷയുടെ വാഗ്ദാനം സ്വന്തമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്ന ദിവസമാണ്. ആഗ്രഹത്തോടെ, ദാഹത്തോടെ, നിന്നെക്കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന്, നിന്നെക്കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നിടാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് ഈ ആഗമനകാലത്ത് അങ്ങ് കടന്നു വരണമേ. ഈ മഹാമാരിയുടെ നടുവിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്ര, എൻ്റെ ഏകാന്തതയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്, ദുഃഖപീഡകളിൽ നിന്ന്,
പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കർത്താവെ നീ വരണമേ. വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ഈ രാത്രി ദൈവത്തെ, ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു കർത്താവേ, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ആരാധിച്ചുകൊണ്ട് ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ നാമം നമുക്ക് ഏറ്റുപറയാം. നീ കർത്താവാണ്, നീ ദൈവമാണ്, നീ രക്ഷകനാണ്. ശാന്തമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എല്ലാറ്റിനും ഉപരിയായി നിന്റെ തിരുനാമം ഞങ്ങൾ ഉയർത്തുന്നു. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്നു. ആ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എൻ്റെ കർത്താവേ, ഓ എൻ്റെ ദൈവമേ, ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ ദൈവമാതാവ് ഈ ആഗമന കാലത്ത് ഈശോയിലേക്ക് നമ്മളെ നയിക്കുന്ന ആ നല്ല അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം, അവിടെ 15 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മളിങ്ങനെ കാണുന്നു. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ജോർദാന്റെ മറുകരയിൽ, സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നോക്കുക, സെബുലൂൺ, നഫ്താലി, ആ പ്രദേശങ്ങളെ വിളിക്കുന്ന വിജാതീയരുടെ ഗലീലി എന്നാണ്. ഗലീലി എന്ന ആ പ്രദേശം എത്രമാത്രം ഒരു യഹൂദന്, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ കാലത്ത് ഗലീലി എന്തുമാത്രം പ്രാധാന്യമർഹിക്കുന്നോ, അതുപോലെ സെബുലൂണും നഫ്താലിയും വിജാതീയരുടെ ഗലീലിയാണ്. അത്തരമൊരു ഇടത്തെ നോക്കിയിട്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് പൂർത്തിയാവുകയാണ്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. പറയുകയാണ്, മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു തിരുവചനം നമുക്ക് നോക്കാം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ. ഈ ആഗമനകാലത്ത് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യേണ്ടവരല്ല. പാപത്തിൻ്റെ വേദനമായ മരണത്തിൻ്റെ നിഴലിൽ നിന്ന് അല്ലയോ മനുഷ്യ, നിനക്ക് വിമുക്തിയുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ
വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, പാപത്തിൻ്റെ വേതനം മരണമാണ്. 6-ാം അധ്യായം 22-23 വാക്യങ്ങളിലൊക്കെ കാണാം. അവിടെ പറയുകയാണ്, പാപത്തിൻ്റെ വേതനം മരണമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ദാനം യേശുക്രിസ്തു വഴി നിത്യജീവനാണ്. പ്രിയമുള്ളവരെ, മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും കഴിഞ്ഞിരുന്നവർക്കായിട്ട് ഒരു ദീപ്തി ഉദയം ചെയ്തു. യേശു പറഞ്ഞ ലോകത്തിൻ്റെ പ്രകാശമാണ്. വല്ലാതെ ഇരുണ്ടുപോയ ഒരു കാലത്ത് വിജാതീയരുടെ ഗലീലിയിൽ ഇതാ ഒരു ദീപ്തി ഉദയം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ധ്യാന ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ ആ വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഒരിക്കൽ ഇത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ദൈവമേ, നീ എന്തിനാണ് മദ്യപാനികൾക്ക്, കള്ളുകുടിയന്മാർക്ക് മക്കളെ കൊടുക്കുന്നത്? കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട്, മദ്യം മൂലം നശിച്ചു കിടക്കുന്ന കുടുംബങ്ങളെ നോക്കിയിട്ട് സങ്കടത്തോടെ ഈ അഭിഷിക്തൻ തൻ്റെ വ്യക്തിപരമായ പേഴ്സണൽ പ്രയറിൽ ദൈവത്തോട് പറയണം, ദൈവമേ, നീ എന്തിനാ മദ്യപാനികൾക്ക് മക്കളെ കൊടുക്കുന്നത്? അവരുടെ ദുരിതം അങ്ങ് കാണുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരു ഉത്തരം കൊടുത്തു. അച്ഛൻ തന്നെ എഴുതിയതാണ്. ഈശോ കൊടുത്ത പരിശുദ്ധാത്മാവ് കൊടുത്ത മറുപടി ഇതാണ്: ഒരു മദ്യപാനിയാണെങ്കിലും ആ മനുഷ്യനിലൂടെ ഒരു കുഞ്ഞ് പിറക്കട്ടെ. ആ കുഞ്ഞിന് കിട്ടാതെ പോയതെല്ലാം ഞാൻ എൻ്റെ പുത്രനിലൂടെ നൽകും. മദ്യപാനിയാണെങ്കിലും ആ അപ്പനിലൂടെ ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിന് നിഷേധിക്കപ്പെട്ടതെല്ലാം എൻ്റെ പുത്രനിലൂടെ ഞാൻ നൽകും. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ആദത്തിലൂടെ നഷ്ടമായ പറുദീസ യേശുക്രിസ്തുവിലൂടെ തിരിച്ചു തരിക എന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയത്, അവനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. അതുകൊണ്ട് ഒറ്റ സുവിശേഷമേ ഉള്ളൂ, അതാണ് ദ ജോയ് ഓഫ് ദ ഗോസ്പൽ. എത്രമേൽ തകർന്നവനോടും ഒന്നായി ചേർന്ന് അവനെ പുതു സൃഷ്ടിയാക്കി മാറ്റാൻ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, 1-ാം അധ്യായം 9-ാമത്തെ വചനം, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണ്? ദ ട്രൂ ലൈറ്റ് വിച്ച് എൻലൈറ്റൻസ് എവറി മാൻ വാസ് കമ്മിങ് ഇൻ ടു ദ വേൾഡ്. ദ ട്രൂ ലൈറ്റ് വിച്ച് എൻലൈറ്റൻസ് എവറി വൺ. എല്ലാവരെയും എൻലൈറ്റൻ ചെയ്യുന്ന യഥാർത്ഥ വെളിച്ചം. അതാണ് വചനം പറഞ്ഞ സെബുലൂൺ, നഫ്താലി, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം വെളിപ്പെട്ടതിനെക്കുറിച്ച് അരുമ ശിഷ്യൻ യോഹന്നാൻ പറയുകയാണ്, ദ ട്രൂ ലൈറ്റ് വിച്ച് എൻലൈറ്റൻസ് എവറി മാൻ വാസ് കമ്മിങ് ഇൻ ടു ദ വേൾഡ്. ഇന്നലെ നമ്മൾ ബഹുമാനപ്പെട്ട ഹേമലത രാമസ്വാമി എന്ന മേരി ഹേമലത ടീച്ചറുടെ ജീവിതം 38 വർഷം മുമ്പ് യേശുവിനെ കണ്ടുമുട്ടി ആ സുവിശേഷത്തിൻ്റെ ആനന്ദം സ്വന്തമാക്കി ഏകസ്ഥ ജീവിതം തെരഞ്ഞെടുത്ത് അനേക കുഞ്ഞുങ്ങൾക്ക് നല്ല അധ്യാപികയായി താനായിരിക്കുന്നിടങ്ങളിലെല്ലാം കൊച്ചു സ്വർഗമൊക്കെ തീർക്കുന്ന വളരെ ലളിതമായ ഒരു പങ്കുവയ്ക്കൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം തൊട്ടപ്പോൾ എപ്രകാരമാണ് ഹേമലത ടീച്ചറുടെ ജീവിതം പരിവർത്തനപ്പെട്ടത്, അത് ആനന്ദമായി മാറിയത് നമ്മൾ കണ്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ഹൃദയം ആ കർത്താവിന് കൊടുക്കാം. എത്രമേൽ തകർന്നവനോടും എത്രമേൽ ഒറ്റപ്പെട്ടവനോടും, അവൻ ആരുമാവട്ടെ, അവനോടൊന്നായി ചേർന്ന് അവന് പുതുജന്മം നൽകാൻ, പുതുജീവിതം നൽകാൻ, അവനെ എൻലൈറ്റൻ ചെയ്യാൻ ദൈവം തൻ്റെ ഏകജാതനെ അയച്ചു. ഈ വരികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനാണ് യേശു കാലിത്തൊഴുത്തിൽ പിറന്നത്? എന്തിനാണ് രാജാതിരാജനായിരുന്നിട്ടും കാലിത്തൊഴുത്ത് തെരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടിയാണ്
അവൻ തന്നെ ചെറുതാക്കിയത് നമുക്ക് ഈ വരികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി ദാഹിക്കണം. 42-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വില കുറഞ്ഞവനല്ല. അപ്പോൾ ഗോഡ് ഈസ് നോട്ട് സോ ചീപ്പ്. വില കൊടുത്ത് സ്വന്തമാക്കണം ഒരു ദൈവാനുഭവം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത്, സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വില കൊടുത്ത് വിലയേറിയവനെ സ്വന്തമാക്കാൻ കഴിയണം. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ കത്തിപ്പടരട്ടെ. ആഗ്രഹത്തോടെ ഈ വരികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. രാജാതിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപീദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? രാജാതിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപീദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം നിറയ്ക്കാൻ മിശിഹ അവതരിച്ചതിൻ്റെ ആ ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ മണ്ണിൽ പിറന്നതിൻ്റെ വലിയ ആഘോഷമാണ് ഈ ആഗമനകാലം, ഈ തിരുപ്പിറവിക്കാലം. അഡ്വെന്റ് എന്ന വാക്കിന് ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ, വളരെ വിശിഷ്ടനായ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അതിന് ഉപയോഗിക്കുന്നൊരു വാക്കാണ് അഡ്വെന്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആഗമന കാലത്താണ്. യോഹന്നാൻ പറയുകയാണ് 1-ാമത്തെ അധ്യായം 11-12 തിരുവചനങ്ങളിൽ, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രിയമുള്ളവരെ, ഈ ആഗമന കാലത്ത് രണ്ട് തരം അവസ്ഥയുണ്ട്. ഒന്ന് അവനെ സ്വീകരിച്ചവർ, മറ്റൊന്ന് അവനെ സ്വീകരിക്കാത്തവർ. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ ചൈതന്യത്തിൽ നിന്ന് വ്യതിചലിക്കും, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. 2 തിമത്തി 3-ാമത്തെ അധ്യായം 5-ാം വാക്യമാണ്. ഭക്തിയുടെ ബാഹ്യരൂപം ഒരു കോട്ടവും തട്ടാതെ നിലനിൽക്കുന്നു, എന്നാൽ അതിൻ്റെ ആന്തരികത നമുക്ക് നഷ്ടമാവുകയാണ്. അതുകൊണ്ട് നമ്മളോട് ചോദിക്കണം, ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചുവോ? യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചുവോ? ഒരിക്കലൊരു യുവാവ് പങ്കുവെച്ചൊരു അനുഭവം ഇങ്ങനെയാണ്. ഇടവകപ്പള്ളിയിൽ ക്രിപ്പ് കോമ്പറ്റീഷനാണ്. ഭയങ്കര ഒരുക്കങ്ങളോടെ വലിയൊരു മത്സരമാണ്. അവരുടെ ദേവാലയം ഒരല്പം കുന്നിൻ്റെ മുകളിലൊക്കെയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഈ വർഷം കപ്പടിക്കണം. വളരെ നേരത്തെ ഒരുങ്ങി വേണ്ട കാര്യങ്ങളൊക്കെ, ഈ പുല്ലൊക്കെ മുളപ്പിച്ച് വളരെ ആഘോഷമായിട്ട് എല്ലാം ക്രിസ്തുമസിൻ്റെ തലേന്ന് ടീമായി ചെന്നെല്ലാം ക്രമപ്പെടുത്തി, സന്ധ്യയായി, ജഡ്ജസ് വരുന്ന സമയമായി, ക്രിപ്പ് സെറ്റൊക്കെ തുറന്ന് എല്ലാം നിരത്തി വെച്ചിട്ട് നോക്കുമ്പോൾ ഉണ്ണി യേശുവിനെ കാണാനില്ല.
ഉണ്ണിയേശുവിനെ എടുക്കാൻ മറന്നു. അവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഉണ്ണീശോയെ കാണാനില്ല. കടം മേടിക്കാൻ ആരുടെയിലും ഇല്ല. തിരിച്ചു പോയി കൊണ്ടുവരാൻ സമയമില്ല. ഒരാൾ പോയി. ആ സമയത്ത് ജഡ്ജസ് വന്നു. പ്രിയമുള്ളവരെ, ഇതൊരു കഥയല്ല, ഒരു ചെറുപ്പക്കാരൻ പങ്കിട്ടൊരു അനുഭവമാണ്. ഉണ്ണിയേശുവിനെ കാണാതെ പോവുക. വചനം പറയുകയാണ്, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ അവനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം കർത്താവ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു, there are lots of baptized unbelievers inside the church, but there are lots of unbaptized believers in the world. ഒരുപാട് ധ്യാനം ആവശ്യപ്പെടുന്ന വാക്കുകളാണ്. ദേവാലയത്തിനകത്ത് മാമോദിസ സ്വീകരിച്ച അവിശ്വാസികൾ കൊട്ടുവായിടുമ്പോൾ ഒരു മാമോദിസയുടെയും പിൻബലമില്ലാതെ ദേവാലയത്തിന് വെളിയിൽ പുൽക്കൂട്ടിൽ പിറന്നവനെ, കാലിത്തൊഴുത്തിൽ അവതരിച്ച സത്യത്തെ ഹൃദയം കൊണ്ട് വണങ്ങുന്ന, ആരാധിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സത്യദീപം ത്തിലോ മറ്റോ വന്ന ഒരു വാർത്തയാണ്, സൺഡേ ശാലോമിലെ സത്യദീപത്തിലോ. ഡോക്ടർ ബി ഇക്ബാൽ എന്ന് പറയുന്ന ന്യൂറോ സർജനും മറ്റൊരു മതവിശ്വാസിയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെയായ ഒരു വ്യക്തി, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഡോക്ടർ ബി ഇക്ബാൽ പറഞ്ഞു, ഓരോ ക്രിസ്തുമസിനും, ഞാൻ ക്രിസ്തുമസ് ആചരിക്കുന്നത് പുൽക്കൂട് കെട്ടിയുണ്ടാക്കിയിട്ടോ വേറെ ഒന്നുമല്ല, എനിക്ക് അങ്ങനത്തേലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഷെൽഫിലുള്ള ബൈബിൾ എടുക്കും, 4 സുവിശേഷങ്ങൾ ഞാൻ വായിക്കും. യേശുവിൻ്റെ വാക്കുകൾ ചാട്ടുളി പോലെ എന്നിൽ പതിക്കാറുണ്ട്. അപ്പോൾ ഓരോ ക്രിസ്തുമസിനും 4 സുവിശേഷങ്ങൾ വായിച്ചുകൊണ്ട് ക്രിസ്തുമസിന് മനസ്സൊരുക്കുന്ന ഒരു മനുഷ്യൻ. ഇവിടെ അഗസ്റ്റിനോസ് പറയുകയാണ്, there are lots of baptized unbelievers inside the church, but there are lots of unbaptized believers in the world. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആഗമനകാലം ക്രിസ്തുവിനെ സ്വന്തമാക്കാനുള്ളതാണ്. യേശുവിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാനുള്ളതാണ്. നമുക്കൊരിക്കൽ കൂടെ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കരങ്ങൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് തുറന്നു പിടിച്ചിട്ട് അവനെ സ്വീകരിച്ചോ, കർത്താവിനെ സ്വന്തമാക്കിയോ, ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് നമുക്കൊന്ന് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുന്ന് വന്ന് നിറയണമേ. നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കാവില്ല. കർത്താവേ, അവിടുത്തെ വാഗ്ദാനം പോലെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഇന്നലെ നമ്മൾ കേട്ടല്ലോ, പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ, സ്വന്തമാക്കാൻ കഴിയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹൃദയം കാണുന്ന ദൈവം, മനസ്സ് കാണുന്ന ദൈവം, നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാ ആമേൻ. ഞങ്ങൾക്കിന്നാവില്ല സ്നേഹരൂപ. എല്ലാവരും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കിന്നാവില്ല സ്നേഹരൂപ. സ്നേഹപ്രകാശമായി നീ വരണേ, സ്നേഹ ചൈതന്യം ചൊരിഞ്ഞിടണേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ.
പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ഒന്ന് ശാന്തമാവട്ടെ. മദർ തെരേസ പറയുന്നു, ഇൻ ദ സൈലൻസ് ഓഫ് ദ ഹാർട്ട് ഗോഡ് സ്പീക്സ്. ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ദൈവം സംസാരിക്കുന്നു. ഈ രാത്രി ഈശോ സംസാരിക്കട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഗ്രന്ഥകാരൻ തൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഈ പുസ്തകത്തിലൂടെ മനുഷ്യൻ സംസാരിക്കരുത്, അവൻ കണക്ക് കൂട്ടുന്ന മൃഗമാണ്. മനുഷ്യൻ്റെ സ്നേഹം കണക്ക് കൂട്ടുന്ന സ്നേഹമാണ്, കാൽക്കുലേറ്റിംഗ് ലവ് ആണ്. ഈ പുസ്തകത്തിലൂടെ പിശാച് സംസാരിക്കരുത്, അവൻ ജ്ഞാനി എന്ന് നടിച്ച് നിന്നെ കബളിപ്പിക്കും, ഒന്നുമല്ലാതാക്കി കളയും. അവൻ ശവന്തീനി കഴുകനാണ്. ഈ പുസ്തകത്തിലൂടെ കർത്താവായ യേശുവെ അങ്ങ് സംസാരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഈ ആഗമന കാലത്ത് നീ ഞങ്ങളോട് സംസാരിക്കുക. ലോകം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്നും ഇനി പ്രതീക്ഷിക്കാനില്ല. ഈ മഹാമാരിക്ക് ശേഷം വലിയ സാമ്പത്തികമായിട്ടുള്ള വലിയ ക്ലേശങ്ങൾ വരാൻ പോവുക. പക്ഷെ നമ്മുടെ ദൈവം തിരുവചനം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇരുളിന് കഴിയില്ല. ഒരു മഹാമാരി അവൻ്റെ വെളിച്ചം കീഴടക്കാൻ പോന്നതല്ല. ആരൊക്കെയോ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കൊറോണ കൊന്നത് ദൈവത്തെയല്ല, പിശാചിനെ. മനുഷ്യ, നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞ അഹങ്കാരത്തിൻ്റെ, അജ്ഞതയുടെ, കേവലം ഒരു കുഞ്ഞു വൈറസ് വിചാരിച്ചപ്പോൾ നമ്മൾ എന്തോണ്ടോ ഒക്കെയാണ് എന്ന് കരുതിയിരുന്നിടത്തുനിന്ന് നമ്മൾ താഴെത്തി. ഒരു വൈറസ് വിചാരിച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, അവനിൽ ജീവനുണ്ട്. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുവചനം ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകരട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഒരു ക്രിസ്ത്യാനിക്ക് 3 ലക്ഷണങ്ങളാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാം ഒരുപക്ഷെ സുപരിചിതമായ ഒരു വചനമാണ്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16-19 വരെ 3 കാര്യങ്ങൾ അവിടെ നിന്ന് എടുക്കുക. പൗലോസ്ലീഹായുടെ ഭാഷ, അക്കോർഡിംഗ് ടു സെയിന്റ് പോൾ, ആരാണൊരു ക്രിസ്ത്യാനി? മറ്റടയാളങ്ങളൊന്നുമില്ല, 3 ലക്ഷണങ്ങളുണ്ട് അവന്. 1-ാമത്തെ അടയാളം പൗലോസ്ലീഹ പറയുന്നു, ബി ജോയ്ഫുൾ ഓൾവേസ്. അവൻ ആനന്ദത്തിൻ്റെ മനുഷ്യനാണ്. 2-ാമത്തത് പ്രേ അറ്റ് ഓൾ ടൈംസ്. അവൻ പ്രാർത്ഥനയുടെ, പ്രയർഫുൾ, നിരന്തരം പ്രാർത്ഥിച്ച് കൊതി തീരാത്ത, ദ വൺ ഹു ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നഷ്ടപ്പെട്ടവൻ. 3, ബി താങ്ക്ഫുൾ ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. ഏത് സാഹചര്യത്തിലും അവൻ നന്ദിയുടെ മനുഷ്യനാണ്. ഈ 3 കാര്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ, ഈ വട്ടുപിടിച്ച് കർത്താവിനെ സ്നേഹിച്ച, ഈശോയെ അനുഗമിച്ച, ജീവൻ കൊടുത്ത പൗലോസ് ഒരു ക്രിസ്ത്യാനിയെ 3 ലക്ഷണങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-ാമത്തേതാണ് ആനന്ദം. നമ്മുടെ ധ്യാനത്തിൻ്റെ തീം അതാണ്, ദ ജോയ് ഓഫ് ദ ഗോസ്പൽ. ആനന്ദമുള്ളവനാണ്. എ ജോയ്ഫുൾ ക്രിസ്ത്യൻ ഇസ് എ പവർഫുൾ ക്രിസ്ത്യൻ. ആനന്ദമുള്ള ക്രിസ്ത്യാനി ശക്തിയുള്ളവനാണ്. എ ജോയ്ഫുൾ ടീച്ചർ ഇസ് എ പവർഫുൾ ടീച്ചർ. എ ജോയ്ഫുൾ മദർ ഇസ് എ പവർഫുൾ മദർ. ഇന്ന് ദേവാലയങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില ചേച്ചിമാരൊക്കെ വ്യാകുല മാതാവിന് ഇതിലും സന്തോഷമുണ്ട്. ആകെ മ്ലാനതയും ദുഃഖവും. ഇവിടെയാണ് 2014 മെയ് 22-ാം തീയതി തൻ്റെ പ്രഭാത ബലിക്കിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം. ആനന്ദമില്ലാത്തൊരു ക്രിസ്ത്യാനി ഒന്നുകിൽ ക്രിസ്ത്യാനി അല്ല, അല്ലെങ്കിൽ അവൻ രോഗിയാണ്, അവന് സുഖമില്ല. ആരോഗ്യമുള്ള ഒരു ക്രിസ്ത്യാനി ആഹ്ലാദഭരിതനായൊരു ക്രിസ്ത്യാനിയാണ്.
ആനന്ദം ഒരു ക്രൈസ്തവൻ്റെ മുഖമുദ്രയാണ്. വേദനകളിലും കഷ്ടതകളിലും പീഡനങ്ങളിലും പോലും അവൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആനന്ദത്തിലേക്കുള്ള വിളിയാണ് ഈശോ നമുക്ക് തരുന്നത്. പക്ഷേ പലരുടെയും ജീവിതത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, വ്യാകുല മാതാവിന് ഇതിലും സന്തോഷമുണ്ട്. അവിടെയാണ് വിശുദ്ധനായ ഫ്രാൻസ് സാലസിൻ്റെ ഒരു വാക്ക് നമ്മൾ ഓർക്കേണ്ടത്. ഫ്രാൻസ് സാലസ് പറയുന്നത്, പിശാച് ദുഃഖത്തിലും മ്ലാനതയിലും സന്തോഷിക്കുന്നു. കാരണം പിശാച് ദുഃഖവും മ്ലാനതയാണ്. എവിടെയാണ് ഈ ദുഃഖവും മ്ലാനതയും? എവിടെയാണെന്നറിയാമോ? പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്തവനാണ് ദുഃഖം, മ്ലാനത. പക്ഷെ ഒരു ദൈവ പൈതലിനെ പ്രത്യാശിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരു കുടുംബം അവരുടെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറയാനായിട്ട് വിളിക്കും. ഹസ്ബൻഡിന് ചില രോഗങ്ങളുണ്ട്, ചില സങ്കടങ്ങളുണ്ട്. അദ്ദേഹത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലൊരു മേജർ സർജറിയാണ്. ഈ കോവിഡിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. ഈ വിഷമങ്ങളൊക്കെ പറയാൻ വിളിക്കുന്ന ഒരു സഹോദരി ഒരു ദിവസം അവരെന്നെ വിളിച്ചിട്ട് വലിയ സന്തോഷത്തോടെ പറയുന്നു, ബ്രദറെ, ഞങ്ങൾക്കൊക്കെ കോവിഡ് പോസിറ്റീവാണ്. ഞാൻ ഓർത്ത്, ഇത് പറയുമ്പോൾ എന്തത്ര സന്തോഷം. മറ്റത് പറയുമ്പോൾ ഒരല്പം ആകുലതയുടെ ഒരു ടോൺ ഉണ്ടെങ്കിൽ കോവിഡ് പോസിറ്റീവാണെന്ന് പറയുമ്പോൾ ചേച്ചിക്കൊരു സന്തോഷം. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി വലിയ പ്രാർത്ഥനക്കാരനൊന്നുമല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് ഈ സഹോദരി പറയുന്നു, ഞങ്ങൾക്കെല്ലാം നെഗറ്റീവായി, ഒരു പാരസെറ്റമോൾ പോലും കഴിച്ചില്ല. ഞാനിത് പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, വീടിൻ്റെ പുറത്തെങ്ങും പോവാറില്ല, ഹസ്ബൻഡിന് രോഗമുള്ളത് കൊണ്ട്. ആകെ പോകുന്ന തൊട്ടടുത്തുള്ള ദയാറ, അവിടെയുള്ള ഒരു ആശ്രമത്തിൽ കൊന്തമാസമാണ്, 10 ദിവസം കുർബാനയ്ക്ക് പോയി, ഭർത്താവും മക്കളും മാത്രം, വളരെ സൂക്ഷിച്ച്. എന്നിട്ടും പോസിറ്റീവായി. അച്ഛന് നെഗറ്റീവാണ്. അവിടെ 4 പേരേ ഉള്ളൂ, ഈ അച്ഛനും കൂടാണ്ട് ഇവർ 4 പേരും. എവിടെ നിന്നാണ് കിട്ടിയെന്നറിയില്ല, അച്ഛന് ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്നല്ല. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആരോഗ്യവകുപ്പ് ഒന്ന് വിളിച്ചു പറഞ്ഞു കോവിഡ് പോസിറ്റീവാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞത് മാതാവ് തന്നൊരു സമ്മാനമാണ്, പരിശുദ്ധ അമ്മ തന്നൊരു സമ്മാനമാണ്. സന്തോഷത്തോടെ അങ്ങ് വാങ്ങി. നോക്കിക്കേ, ജോയ്ഫുൾ ക്രിസ്ത്യൻ ഇസ് എ പവർഫുൾ ക്രിസ്ത്യൻ. അവർക്ക് ആകുലപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഓൾറെഡി സിക്കാണ് ഹസ്ബൻഡ്, അതിൻ്റെ കൂടെ കോവിഡ് പോസിറ്റീവും കൂടെ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ ചേർത്ത് കുറച്ച് ആകുലപ്പെടാം, ഇതൊക്കെ മാരകമായി മാറുമോ. പക്ഷെ അവർ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ തന്ന സമ്മാനമായിട്ട് എടുത്തപ്പോൾ അവർ പറയും, ഒരു പാരസെറ്റമോൾ പോലും കഴിച്ചില്ല. മാതാവ് മിഡ്ജുഗോറെ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രൈവറ്റ് അപ്പാരിഷൻ സന്ദേശങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ ഒരിക്കൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. അതിങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസവും പ്രാർത്ഥിക്കാത്തൊരു ദിവസവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം പ്രാർത്ഥിക്കാത്തൊരു ദിവസം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മനുഷ്യനിത് മനസ്സിലാവില്ല. ആത്മീയതയ്ക്ക് ചില രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലിയ 2 കൊറിന്തോസ് 4:4 എഴുതി വെച്ചിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ മഹിമയേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അതുകൊണ്ട് ഈ ഇരുട്ടിൽ ഇങ്ങനെ അവനവൻ്റെ ഈഗോയിലും പാപത്തിലും അഹങ്കാരത്തിലും ഇങ്ങനെ ജീവിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നാൽ പരിശുദ്ധ അമ്മ പറയാം, പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്നൊരു ദിവസം, പ്രാർത്ഥിക്കാത്തൊരു ദിവസം വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ പ്രത്യാശയുണ്ട്. എ ജോയ്ഫുൾ ക്രിസ്ത്യൻ. അപ്പോൾ ഒന്നാമത്തെ അടയാളം ആനന്ദമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതം ലൂക്ക 1:47 നമുക്കറിയാം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ ആനന്ദവും സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹാപ്പിനെസ് അല്ല, ജോയ്ഫുൾ. എന്താണ് സന്തോഷം? ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക്, അല്ലെങ്കിൽ ഈ ഷക്കൈന ചാനലിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ എനിക്കൊരു 2000 രൂപ കളഞ്ഞു കിട്ടിയെന്ന് വിചാരിക്കുക. ചുമ്മാ
എനിക്കൊരു സന്തോഷമൊക്കെ തോന്നും, ആരും കണ്ടില്ല. ഞാൻ വെഹിക്കിൾ പാർക്ക് ചെയ്ത് എൻ്റെ അപ്പുറത്ത് 2000 രൂപ അങ്ങനെ പറന്ന് കളിക്കുന്നു. ഞാൻ എടുത്തു, പോക്കറ്റിൽ വെച്ചു. 2000 രൂപ കിട്ടിയത് സന്തോഷമാണെങ്കിൽ, ഞാൻ ഈ സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ കഴുത്തിൽ കൈയിട്ടപ്പോൾ എൻ്റെ 2 പവൻ്റെ മാല കാണാനില്ല. ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് വൈഫ് പ്രത്യേകം കഴുത്തിലിട്ട് തന്നാണ്, ഒന്ന് ഒരു മോശാവണ്ട, ഒരു മാലയൊക്കെ കിടക്കട്ടെ. ആ 2 പവൻ്റെ മാല കാണാതാകുന്നത് വരെയേ 2000 രൂപ കിട്ടിയ സന്തോഷത്തിന് ആയുസുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ലോകം നമുക്ക് സന്തോഷം വെച്ച് നീട്ടുന്നു. എപ്പോൾ വേണമെങ്കിലും പോവും. സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് ദുഃഖം. പക്ഷെ ആനന്ദം, എപ്പോഴും സന്തോഷിക്കാനുള്ള കഴിവിൻ്റെ പേരാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അതാണ് ഗലാത്യ 5:22, സ്നേഹം കഴിഞ്ഞ ആനന്ദം. അതുകൊണ്ട് ഈ ആനന്ദത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിളിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ 73:28 അവിടെ പറയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അതാണ് എൻ്റെ ആനന്ദം. ജീസസ് യൂത്തിൽ പിള്ളേർ പറയും, ജോയ് കോൺഫറൻസ് ഉണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: ജെ ഫോർ ജീസസ്, ആനന്ദം വേണോ? ജെ ഫോർ ജീസസ്. ഓ ഫോർ അതേഴ്സ്, വൈ ഫോർ യു, ഐ ആം ദ തേർഡ്. ഒന്നാമത്തെ സ്ഥാനം യേശുവിന്. ജെ ഫോർ ജീസസ്. ഒരിക്കൽ ഒരു യുവജന ഗാദറിങ്ങിൽ ഇങ്ങനെ ചോദിച്ചു, വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ് ഫ്രം അതർ യങ് പീപ്പിൾ? നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയുള്ളവരാക്കുന്ന എന്താണ്? അതിനൊരു പെൺകുട്ടി പറഞ്ഞ മറുപടി ഇതാണ്: യേശുവിനെ കണ്ടുമുട്ടി അന്ന് മുതൽ കാരണം കൂടാത്തൊരു സന്തോഷം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഞാൻ പരാജയപ്പെടുമ്പോഴും എനിക്ക് സങ്കടങ്ങളുള്ളപ്പോഴും എ റീസൺലെസ് ജോയ് ഈസ് ഓൾവേസ് ഓവർഫ്ലോയിങ്. ഈ കാരണം കൂടാത്ത ആനന്ദത്തിൻ്റെ പേരാണ് ക്രിസ്തു. ഇത് ലോകത്തിന് മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആഗമന കാലത്ത് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ആദ്യത്തെ അടയാളം അവൻ ആനന്ദമുള്ളവനാണ്. കാരണം അവന് പ്രത്യാശയുണ്ട്. പിശാച് ദുഃഖത്തിലും മ്ലാനതയിലും സന്തോഷിക്കുന്നവൻ. അപ്പം ആരെങ്കിലും ദുഃഖിച്ചും മ്ലാനവതനായിട്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സന്തോഷിക്കുന്നത് ദൈവമല്ല, നമ്മുടെ അപ്പനല്ല, അത് സാത്താനാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആഗമന കാലത്തെ ഈ സന്ധ്യയിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ കാണാനിടയായി. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആൾക്കാരിങ്ങനെ ഓടുകയാണ്. എന്തിനാണെന്നറിയോ? ക്രിസ്തുമസിൻ്റെ ഗിഫ്റ്റ് മേടിക്കാൻ ഓൺലൈൻ വഴി വാങ്ങുന്നു, ക്യൂ നിൽക്കുന്നു, ഇടിച്ച് കയറി വാങ്ങിച്ച് നല്ല വർണ്ണക്കടലാസിൽ പൊതിയുന്നു, കെട്ടുന്നു, കൈമാറുന്നു. ഇതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരു കൊച്ചു വീഡിയോ ആണ്. എന്നിട്ട് അതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ എഴുതി കാണിക്കുകയാണ്, ദ ഫസ്റ്റ് ഗിഫ്റ്റ് വാസ് നോട്ട് റാപ്പ്. ആദ്യത്തെ സമ്മാനം ഇങ്ങനെയൊന്നും, ആദ്യത്തെ ക്രിസ്തുമസ് ഓർക്കണം, അന്ന് പൊതിഞ്ഞു കെട്ടിയ സമ്മാനമില്ല, അത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത ഗിഫ്റ്റ് ഇല്ല. ദ ഫസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ക്രിസ്മസ് വാസ് സിമ്പിൾ ഗിഫ്റ്റ്, എ സീക്രട്ട് ഗിഫ്റ്റ്. ഇറ്റ് വാസ് നോട്ട് ഗോൾഡ്. അത് സ്വർണമോ മീറയോ ഒന്നുമല്ല, സുഗന്ധം ഒന്നുമല്ല. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഓഫ് ലവ്. അത് സ്നേഹത്തിൻ്റെ സമ്മാനമാണ്. നമ്മളിന്ന് മറന്നു പോകുന്നത് ഈ സമ്മാനത്തെ അല്ലേ. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഓഫ് ലവ് ആൻഡ് ലൈഫ് ആൻഡ് പീസ് ആൻഡ് ഹോപ്പ് ഗിവൺ ബൈ എ ഫാദർ ടു ഓൾ ഹിസ് ചിൽഡ്രൻ. അത് നൽകിയതൊരപ്പനാണ്, തൻ്റെ ഏകജാതനെ. യോഹന്നാൻ 3:16. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നിട്ട് ആ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒന്ന്, ഹീ ഈസ് ദ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് ക്രൈസ്റ്റ് ആണ്. ഹീ ഈസ് ക്രിസ്മസ്. ഹീ ഈസ് ദ ഗിഫ്റ്റ്. 2, ഡിസ്കവർ ദ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് നീ ഡിസ്കവർ ചെയ്യണം, കണ്ടെത്തണം. അടുത്ത്, എംബ്രേസ് ദ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് നീ മാറോട് ചേർക്കണം. വീണ്ടും, ഷെയർ ദ ഗിഫ്റ്റ്. ഇവിടെ 4 കാര്യങ്ങളാണ്. ഈ 4 വിചിന്തനങ്ങൾ ഈ രാത്രി നമുക്ക് ഒന്ന് ധ്യാനിക്കാം. ഹീ ഈസ് ദ ഗിഫ്റ്റ്. വർഷങ്ങൾക്ക് മുമ്പ് 1996
ഒത്തിരിയൊക്കെ വചനമൊക്കെ പറയാൻ ദൈവം കൃപ തന്ന സമയം, ആദ്യം മൈക്ക് തന്ന് കൂടെ നിർത്തിയത് കൃപയുള്ള അനുഗ്രഹീതനായ ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ വൈദികനാണ്, ഫാദർ ഡേവിസ് ചിറമലച്ചനാണ് ആദ്യം കൂടെ നിർത്തിയത്. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും അതുപോലെ വലിയ ഒരു സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയൊക്കെ ഒരു സാക്ഷ്യമായ പുരോഹിതൻ. അച്ഛൻ്റെ കൂടെ ഒരു ധ്യാനത്തിന് പോയിട്ട് അച്ഛനിങ്ങനെ സ്റ്റേജിൽ അടുത്ത ഒരു ഷെയറിങ്ങിന് എന്നെ പറഞ്ഞയക്കാനായിട്ട് നിർദ്ദേശങ്ങൾ തരികയാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു കൊച്ചു പയ്യൻ ഓടി വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നു, ഫാദർ, നല്ല കണ്ണടയൊക്കെ വെച്ച് ഒരു ബുദ്ധിജീവി പയ്യനാണ്, ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും നല്ല സമ്മാനം? ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെ ഒരു പയ്യനാണ്. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ദൈവം മനുഷ്യന് കൊടുത്ത സമ്മാനം ജീവൻ, ആരോഗ്യം, സ്നേഹം. പല ഉത്തരങ്ങളുണ്ട്. ഒരു സംശയവും കൂടാതെ ചിറമലച്ചൻ അവന് കൊടുത്ത മറുപടി ഇതാണ്: ദൈവം മനുഷ്യന് കൊടുത്ത സമ്മാനം യേശുക്രിസ്തുവാണ്. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം അത് ക്രിസ്തു യേശുവാണ്. അതുകൊണ്ടാണ് ഈ സത്യം അറിയാതെ പോവുക എന്നതാണ്, പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ഈ മനോഹരമായ സമ്മാനം സ്വന്തമാക്കാൻ തിരിച്ചറിയപ്പെടാതെ പോവുക. എനിക്ക് 45 വയസ്സുണ്ട്, ഭാര്യയുണ്ട്, 3 പിള്ളേരുണ്ട്. ഞാനൊരു കനേഡിയൻ പെർമനന്റ് വിസ ഹോൾഡർ ആയിരുന്നു. എൻ്റേതായ ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ തിരിച്ചു പോയില്ല. എൻ്റെ വിസ അതിൻ്റെ കാലാവധി കഴിഞ്ഞു. എനിക്ക് മാത്രമല്ല, ഫാമിലി മുഴുവൻ അവിടെയായിരുന്നു. അതുപോലെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ 45ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റുന്നത് എന്താണ് എന്ന് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. വാട്ട് മേക്സ് മൈ ലൈഫ് മീനിങ് ഫുൾ? അതെൻ്റെ കനേഡിയൻ വിസയല്ല, അതെൻ്റെ ഭാര്യയോ മക്കളോ ഒന്നുമല്ല, അവരൊക്കെ ഉണ്ട്. വാട്ട് മേക്സ് മൈ ലൈഫ് മീനിങ് ഫുൾ, ബ്യൂട്ടിഫുൾ, ഫ്രൂട്ട്ഫുൾ, അല്ലെങ്കിൽ അതിന് ആഴവും അഴകും അർത്ഥവും ഒക്കെ നൽകുന്നത് ഒരേ ഒരു കാര്യം, അത് ജീസസ് ഓഫ് നസറത്ത്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. ആ കർത്താവിനോടുള്ള വ്യക്തിപരമായ ബന്ധം തരുന്ന ഒരു ആനന്ദം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആഗമന കാലത്ത്, ഈ ക്രിസ്തുമസിന്റെ സമയത്ത് നമുക്ക് ഓർക്കാം, ഹി ഈസ് ദ ഗിഫ്റ്റ്. യേശുവാണ് ഏറ്റവും വലിയ സമ്മാനം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗോഡ് ഈസ് നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് യുവർ ട്രഡീഷൻ. ദൈവം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സൃഷ്ടിയൊന്നുമല്ല. ദൈവം ഒരു അന്വേഷണമാണ്. ദൈവത്തെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 2 നമ്മളവിടെ കേട്ടു, ഡിസ്കവർ ദ ഗിഫ്റ്റ്. അപ്പോൾ 1, ഹീസ് ദ ഗിഫ്റ്റ്, സമ്മാനം തിരിച്ചറിയണം. യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് സമ്മാനം. 2, ആ സമ്മാനത്തെ നീ തിരിച്ചറിയുക. ഡിസ്കവർ ദ ഗിഫ്റ്റ്. അപ്പസ്തോല പ്രവൃത്തികൾ 4:12 ആദ്യത്തെ മാർപ്പാപ്പ ഒട്ടും ഭയക്കാതെ വിളിച്ചു പറഞ്ഞു ലോകത്തോട്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെയാണ്. പണിക്കാരുപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി. അതുകൊണ്ട് ആകയാൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമം. പ്രിയമുള്ളവരെ, പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ കുറിച്ച് ഇത്രയും ആവേശത്തോടെ സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ 1992 ഒരു ഓഗസ്റ്റ് മാസം മനസ്സിലുണ്ട്. തകർന്ന ഒരു ജീവിതവുമായിട്ട്, പ്രത്യാശിക്കാൻ ഒന്നുമില്ലാതെ, എല്ലാറ്റിലും ബിഗ് സീറോ ആയിട്ട് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പടി ചവിട്ടിയ ദിവസങ്ങളുണ്ട്. കൂടെ ക്യാൻസർ രോഗിയായ അച്ഛനുണ്ട്, വീട്ടിൽ ഹൃദയ സംബന്ധമായ രോഗവുമായിട്ട് അമ്മയുണ്ട്. ജീവിതത്തിൽ പരാജയപ്പെട്ടതിൻ്റെ
ഭാരമുണ്ട്. 12ാം ക്ലാസ്സിലൊക്കെ തോറ്റതിൻ്റെ എല്ലാറ്റിലും പരാജയമായിട്ട് സഭാപ്രസംഗൻ 12:1 തിരുവചനം പറയുന്നു, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും സമാഗതമാകും മുമ്പ് യുവാവേ, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുക. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ 40ാമത്തെ വയസ്സിൽ, ഏകദേശം 40 ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, 10 കൊല്ലം നോക്കി കാത്തിരുന്ന് ജനിച്ച മകനാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും പള്ളിയുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോലും പള്ളിക്കകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ, തിരികെത്തിക്കാൻ കുറച്ച് മാർക്ക് അങ്ങനെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതാനുള്ള ഒരു തുറവി പോലും ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 1992 ഒരു ജൂൺ മാസം മരുന്നും മരണവും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു മഴക്കാലത്ത് ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ജനറൽ വാർഡിൽ അച്ഛന് ബൈസ്റ്റാൻഡറായിട്ട് കടന്ന് ചെന്ന ഒരു സമയം. പ്രിയമുള്ളവരെ, ക്യാൻസർ ഹോസ്പിറ്റലാണ്. സങ്കടത്തിൻ്റെയും വേദനയുടെയും മനുഷ്യര്. പ്രഭാഷകന്റെ പുസ്തകം 10:9 തിരുവചനം, പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്ക് എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ നിന്റെ ശരീരം ജീർണിക്കുന്നു. ഇന്ന് രാജാവ്, നാളെ ജഡം, മരിച്ചാൽ പുഴുവിനും കീടങ്ങൾക്കും അവകാശം. 17 വയസ്സിൻ്റെ എല്ലാ അഹങ്കാരത്തോടും കൂടെ അടിച്ചു പൊളിച്ച് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. സിനിമയും ടിവിയും ക്രിക്കറ്റും ലൗകികതയും ഇത്തിരി രാഷ്ട്രീയവും ഒക്കെ നിറഞ്ഞു കവിഞ്ഞു നിന്ന ഒരു കാലം. അത്തരം ഒരു സമയത്താണ് ഒരു വലിയ സത്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ എന്തുകൊണ്ടോ ഞാൻ എൻ്റെ അച്ഛനോട് കുറെ കൂടെ അറ്റാച്ച്ഡ് ആയിരുന്നു. അമ്മയെക്കാളും, സാധാരണ ആൺകുട്ടികൾ അമ്മയോട് അറ്റാച്ച്ഡാന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനായിരുന്നു കൂടുതൽ പ്രിയപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു സമയത്ത് തീർത്തും നിസ്സാരമെന്ന് കരുതുന്ന ഒരു കുഞ്ഞ് രോഗം, കഴുത്തിൽ കണ്ട ഒരു ചെറിയ ഗ്ലാൻഡ്, അതിപ്പോൾ ഡോക്ടേഴ്സ് അത് ക്ലീൻ ചെയ്ത് ആൻറ്റിബയോട്ടിക്സ് എന്നാൽ മാറും എന്ന് കരുതി കടന്നു ചെന്ന മെഡിക്കൽ കോളേജിൻ്റെ ENT OPയിൽ നിന്ന് ഒരു കടലാസ് എടുത്തു തന്നിട്ട് ENT സർജൻ പറയുന്നു, ഇത് ക്യാൻസറാണ്, നാളെ വന്ന് ബയോപ്സി നടത്തണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ഊതി വീർപ്പിച്ച എൻ്റെ ഈഗോ ആ ആശുപത്രി വരാന്തയിൽ ഉരുകിത്തീരാൻ തുടങ്ങി. ആ പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ വാങ്ങുമ്പോൾ ഐ ഡോണ്ട് ഹാവ് ദ കറേജ് ടു ലുക്ക് അപ്പോൺ മൈ ഫാദർ. അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് അച്ഛന് ക്യാൻസർ ആണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അങ്ങനെ കണ്ണുനീരും സങ്കടങ്ങളും, ഐഡന്റിറ്റി ക്രൈസിസ്. സഭാപ്രസംഗന്റെ പുസ്തകം 12:1, സത്യമാണ്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും സമാഗതമാകുന്നതിന് മുമ്പ് യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല. എൻ്റെ സൗഹൃദങ്ങളിൽ, എൻ്റെ കൂട്ടുകെട്ടിൽ, എനിക്ക് പ്രിയപ്പെട്ട പലതിലും, അത് സിനിമാ തിയേറ്റർ ആകാം, ക്രിക്കറ്റ് മൈതാനങ്ങളാകാം, ഇതിനൊന്നും എനിക്ക് ഉത്തരം തരാൻ, ഇന്ന് പലരും അതിനെ വിഷാദ രോഗമെന്നോ ഒന്നിലും സന്തോഷം കിട്ടാത്ത സമയം എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാനതിനൊരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് വിളിക്കാനാണ്. ദ പേർപ്പസ് ഓഫ് ലൈഫ് ഈസ് ലോസ്റ്റ്. എന്തിനാണ് ആ ജീവിതത്തിൻ്റെ അർത്ഥം പിടികിട്ടുന്നില്ല. കാരണം അതുവരെ എല്ലാറ്റിനും അച്ഛനുണ്ട്, അമ്മയുണ്ട്. വളരെ എക്സ്പ്രസീവ് ലവ് ഒന്നുമല്ല, ഭയങ്കര സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച ഒന്നുമില്ല. പക്ഷെ അച്ഛൻ രോഗിയാണെന്നറിഞ്ഞപ്പോൾ, അതേ നാളുകളിൽ തന്നെ മെഡിക്കൽ സയൻസ് അമ്മയ്ക്ക് ഹാർട്ട് ഫെയിലിയർ ആണ് എന്ന് വിധി എഴുതി. ഒരേ സമയം രണ്ടുപേരും ഓരോ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നു, മരണത്തെ മുന്നിൽ കാണുന്നു. ജീവിതത്തിൻ്റെ എല്ലായിടത്തും ഇരുട്ട് പരന്നപ്പോൾ, അങ്ങനെ നടന്ന ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസിൻ്റെ ഒരു സമയത്താണ് ഒരു കത്തോലിക്ക ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ കുഞ്ഞു ദേവാലയത്തിൽ ആദ്യമായിട്ടൊരു ക്രൂശിത രൂപത്തിന് മുമ്പിൽ ഒരു 17 വയസ്സുകാരൻ മുട്ടുകുത്തുന്നത്. മലയാളത്തിൻ്റെ പ്രഗത്ഭനായ എഴുത്തുകാരൻ OV വിജയൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ജീസസ് സ്റ്റാൻഡ്സ് അപ്പാർട്ട് ദ മോസ്റ്റ് സോറോഫുൾ ഗോഡ് എവർ ഹിസ്റ്ററി ഹാസ് സീൻ.
ഒരുപക്ഷെ ചരിത്രം കണ്ട, ചരിത്രം രേഖപ്പെടുത്തി ഏറ്റവും മുറിവേൽപ്പിക്കപ്പെട്ട, സങ്കടങ്ങൾ നിറഞ്ഞൊരു ദൈവം ഉണ്ടെങ്കിൽ അത് ക്രിസ്തു ആയിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര വീക്ഷണമാണ്. ജീസസ് സ്റ്റാൻഡ്സ് അപ്പാർട്ട് ദ മോസ്റ്റ് സോറോഫുൾ ഗോഡ്. ക്രിസ്തു സങ്കടങ്ങളുടെ മനുഷ്യനല്ല, അടുത്തറിയുന്നവർക്കറിയാം, അവൻ ആനന്ദത്തിൻ്റെയാണ്. എന്തായാലും വി വിജയനൊക്കെ പറയുന്നത് പോലെ സങ്കടങ്ങളുടെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ ആ ആശുപത്രിയിൽ നിസ്സഹായമായി പോയ എൻ്റെ ദിനരാത്രങ്ങളിൽ ഐ യൂസ് ടു ബി വിത്ത് ദ ലോർഡ്. എനിക്കൊന്നും അറിയില്ല, പ്രാർത്ഥിക്കാനൊന്നും. അത് പള്ളിയിലൊക്കെ അപ്പോഴാണ് വരണത്. ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങി. പിന്നീട് ആരോ പറയും ആ ആശുപത്രിയെ നോക്കിയിട്ട്, ഈ ആശുപത്രിയിലെ ചാപ്പലിലെ ദൈവത്തിന് ഭയങ്കര ശക്തിയാണ്, ഇവിടുത്തെ പള്ളിയിലെ ദൈവത്തിന് ഭയങ്കര ശക്തിയാണ്. കാരണം അവിടെ മനുഷ്യൻ്റെ ദൈന്യത, ക്യാൻസർ ബാധിച്ച് മലദ്വാരത്തിലൊക്കെ ക്യാൻസർ വന്ന് വേദനിച്ച് പിടയുന്ന മനുഷ്യരെ ജനറൽ വാർഡിൽ കണ്ടിട്ടുണ്ട്. അവർക്കിടയിൽ അച്ഛന് തുണയായിട്ട് ഒരു കട്ടിലിനടിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ആഗ്രഹിക്കും, രാത്രി ഒന്നും അച്ഛൻ മരിക്കല്ലേ, കാരണം തൊട്ടടുത്തൊക്കെ ചില മരണങ്ങളൊക്കെ കാണേണ്ടി വരും. അങ്ങനെ ഒരു ക്രൈസിസിൻ്റെയും സങ്കടങ്ങളുടെയൊക്കെ നടുവിൽ ഒരു പ്രത്യാശയുടെ ഇടമായിട്ട് ഒരു കുഞ്ഞ് ദേവാലയം മാറി. പ്രിയമുള്ളവരെ, ഒരു ദിവസം ആ ചാപ്പലിൽ ഞാൻ കണ്ട ഒരു കറുത്ത് തടിച്ച പുസ്തകം ആരോ വായിച്ചു വെച്ചിട്ട് പോയി. ഞാനതെടുത്ത് വായിക്കാൻ ഇട വന്നു. അത് ബൈബിളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വിശുദ്ധ ഗ്രന്ഥം ഞാൻ വായിച്ചു തുടങ്ങി. സങ്കീർത്തനങ്ങളാണ്, 1 മുതൽ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി, 150. അങ്ങനെ ഞാൻ ഓരോ ദിവസവും 5 അധ്യായം 10 അധ്യായം ഇങ്ങനെ ഈ വചനം ഇടയ്ക്ക് വായിക്കും. കുറച്ചു നേരം കുരിശുരൂപത്തിന് മുമ്പിൽ വന്നിരിക്കും. അങ്ങനെയുള്ള ഒരു യാദൃച്ഛികമായ ഒരു സന്ധ്യയിൽ ആ ദേവാലയത്തിൽ ഒരു കുഞ്ഞ് ആൾക്കൂട്ടം, എന്തൊരു പ്രാർത്ഥനയാണ്. ഞാനും അവർക്കിടയിൽ ഒന്നും അറിയില്ല, വെറുതെ പോയി നിന്നപ്പോൾ എപ്പോഴോ പ്രാർത്ഥനയ്ക്കിടയിൽ പുരോഹിതൻ അൾത്താരയിൽ നിന്നൊരു അപ്പക്കഷ്ണം എടുത്തുയർത്തിയിട്ട് പറഞ്ഞു, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. ജോയ് ചെഞ്ചേരിലച്ചൻ എഴുതിയില്ലേ, ഒരു ചെറുകാറ്റിൽ പറക്കാൻ പോന്നൊരീ ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റുകൾക്ക് ഉത്തരം നൽകിയവനുണ്ടെന്ന നേരിൽ നിറയുക. ആ നേര് അന്നറിയില്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ചു അപ്പം കിട്ടുകയാണെങ്കിൽ എൻ്റെ അച്ഛന് കൊണ്ടു കൊടുക്കാമായിരുന്നു. പ്രിയമുള്ളവരെ, അതായിരുന്നു തുടക്കം. അന്ന് മുതൽ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ ആശുപത്രി ചാപ്പലിലെ വിശുദ്ധ കുർബാനയിൽ അകലെ നിന്ന് ആ ബലിയിൽ പങ്കുചേരാൻ നല്ലവനായ ദൈവം കൃപ തന്നു. ഈശോ പറഞ്ഞു, എൻ്റെ പിതാവ് വിളിച്ചാലല്ലാതെ ഒരുവൻ എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. പിതാവ് വിളിക്കണം, അല്ലാതെ ആർക്കും ഉന്തിത്തള്ളിയും വലിച്ചു കയറ്റിയൊന്നും അകത്തേക്ക് വിളിക്കാൻ പറ്റില്ല. അതൊന്നും ലാസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ആതുരാലയത്തിൽ ചെലവഴിച്ച 92 ഒരു പെരുമഴക്കാലത്ത് ഒരു സത്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ജീവിതത്തിന് അർത്ഥമുണ്ട്. എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറത്ത് കാൽവരിയിൽ ഉയർത്തപ്പെട്ട ഒരു മരക്കുരിശുണ്ട്. അവിടെ ഒരു രക്ഷകനുണ്ട്. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ആ രക്ഷകനെ നമസ്കരിക്കാൻ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എവിടെന്നോ കിട്ടിയൊരു വചനോത്സവമാണ് പറഞ്ഞു തന്നത്. മുരിങ്ങൂര് പോട്ടാന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. പോണവരുടെയൊക്കെ രോഗം മാറുന്നുണ്ട്. അപ്പം സ്വാർത്ഥതയാണ്, അച്ഛൻ്റെ രോഗം മാറണം. പക്ഷെ ആ യാത്ര, ആ ഒരാഴ്ചക്കാലത്തെ ആധ്യാത്മിക ധ്യാനം, പനക്കലച്ചനൊക്കെ നയിക്കുന്ന 92 അത്ഭുതങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന വചനത്തിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം ദൈവം കേരള സഭയ്ക്ക് അനുവദിച്ച 90കളിൽ ഒരു ഭാഗ്യമാണ്. വളരെ അഭിഷേകം നിറഞ്ഞ ഒരു സ്വർഗീയ ജെറുസലേമിൽ ജീവിച്ചതുപോലൊരു പ്രതീതിയാണ്. അവിടെ വെച്ച് ഒരു സത്യം തിരിച്ചറിഞ്ഞു, യേശു കർത്താവാണ്, ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ ബിഗ് സീറോ, എല്ലായിടത്തും ഫെയിലിയറാണ്, പരീക്ഷയിലും ജീവിതത്തിലും രോഗം. ഞാൻ എൻ്റെ ജീവിതം അച്ഛന് ആ ആലയത്തിൽ വെച്ച് സമർപ്പിച്ചു കർത്താവിന്. പ്രിയമുള്ളവരെ, ശരിയാണ്, ചിലർ ചോദിക്കും, അങ്ങനെ ധ്യാനമൊക്കെ കൂടി ഇപ്പോൾ രോഗമൊക്കെ മാറിയോ? ഈ രോഗശാന്തി എന്നൊക്കെ പറയണത് കുഞ്ഞു പിള്ളേർക്ക് കിട്ടണം 5 പൈസയുടെ മിഠായി പോലെയാണ്. രോഗം മാറാം, മാറാതിരിക്കാം. ഇതല്ല ദൈവത്തിൻ്റെ അത്ഭുതം. ചിലരൊക്കെ ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കും, ദൈവം എവിടെ?
പ്രിയ സഹോദര, ദൈവം ഒരു ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണൊക്കെ പോലെ നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുമ്പോഴേക്കും അത് ഓൺലൈൻ പർച്ചേസ് നമ്മുടെ ബാഗിൽ വെച്ച് തരുന്ന ആളല്ല. പ്രാർത്ഥിക്കുമ്പോൾ അപ്പം തന്നെ ഉത്തരവൊന്നും തരില്ല. ദൈവം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലല്ല, എല്ലാ രോഗങ്ങളും മാറട്ടെ അല്ല, ഒരു മാന്ത്രിക ദണ്ഡ് ഉപയോഗിച്ച് സുഖപ്പെടുത്തുന്നില്ല. ദൈവം GPay അങ്ങനെയൊക്കെ പോലെ ഫൈനാൻസർ ഒന്നുമല്ല. എനിക്ക് 10 ലക്ഷം കടമുണ്ട് എന്നാ കൊണ്ടോക്കോ. നമ്മുടെ ദൈവം ഒരു വ്യക്തിയാണ്. നിങ്ങളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ഞാനൊരു 3 കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. എൻ്റെ മൂത്ത മകൻ വന്നിട്ട് അച്ഛ എനിക്ക് മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം കൊടുക്കണം, ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയമാണ്, അവരെ പേടിക്കണം, അപ്പോൾ കൊണ്ടുപോകും. പക്ഷെ അവൻ വന്നിട്ട് ചോദിക്കണം എനിക്ക് ആ ബൈക്കിൻ്റെ കീ വേണമെന്ന് ഓടിക്കാനാണ്. ഡെഫിനറ്റ്ലി ഐ വിൽ ആസ്ക് ഹിം, നിനക്കെന്തിനാ ബൈക്ക്? അത് താങ്ങാനുള്ള ശേഷിയായിട്ടില്ല, നീ ഓടിക്കുമോ? മാത്രമല്ല ആ ബൈക്ക് അവൻ ഓടിക്കുമെങ്കിൽ പോലും ഒരപ്പനെന്ന നിലയിൽ ഞാൻ കൊടുക്കുമോ? നമ്മുടെ ദൈവം അതാണ്. ചോദിക്കുന്നൊക്കെ വലിച്ചെടുത്ത് കൊറോണ മാറ്റണമേ, മാന്ത്രിക ദണ്ഡ് വെച്ച് ഇങ്ങനെ കാണിക്കുന്ന ആളാണോ ദൈവം? ഇന്ന് ചിലരൊക്കെ ഇത്രയും, പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ഒരു വ്യക്തിയാണ്. ഹീസ് എ പേഴ്സൺ. അതുകൊണ്ടാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഭക്തി എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം വ്യക്തിയോടുള്ള സ്നേഹം. എ വണ്ടർഫുൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഴ്സൺ ജീസസ് ഈസ് നോൺ ആസ് യുവർ ക്രിസ്ത്യൻ ഡിവോഷൻ. ഇന്ന് പലർക്കും അങ്ങനെ വ്യക്തിബന്ധമില്ല. എന്തായാലും ആ ധ്യാനത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും ഐ സ്റ്റിൽ ഡു റിമെമ്പർ ആ അവസാന ദിവസങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, പനക്കലച്ചൻ ആരാധന നയിക്കുന്നു. ഏകദേശം 4000-5000 ഒക്കെ വരുന്ന ജനമുണ്ട്. ഹൃദയം തകർന്ന് മനുഷ്യർ പ്രാർത്ഥിക്കുകയാണ്. അവരിൽ ഏറ്റവും ചെറിയവനായ എളിയവനായ ഒരു 18 വയസ്സുകാരൻ നിന്ന് യേശുവേ നന്ദി, ദൈവമേ നന്ദി എന്ന് പറഞ്ഞ അൾത്താരയിലെ ദിവ്യകാരുണ്യത്തിലേക്ക് തകർന്ന ജീവിതം, തോറ്റ ജീവിതം, രോഗം നിറഞ്ഞ, ഇനി മുമ്പിലേക്ക് എങ്ങനെ നോക്കണം എന്നറിയില്ല. അച്ഛൻ രോഗിയായി കിടക്കുകയാണ്. 17-18 വയസ്സുള്ള കൂടെ പഠിച്ചിരുന്നവരൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ എനിക്ക് ജീവിക്കാൻ വഴിയില്ല, അല്ലെങ്കിൽ മുമ്പിലേക്ക് നോക്കുമ്പോൾ ഇനി ഐ ഹാവ് ടു ഗോ ഫോർ മൈ ഡെയിലി ബ്രെഡ്, ഞാൻ പണിക്ക് പോകണം, അപ്പോൾ പഠിപ്പൊക്കെ വിടണം. അങ്ങനെ എല്ലാം നഷ്ടമായ, മുമ്പിലേക്ക് നോക്കാൻ പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് അൾത്താരയിലെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കുമ്പോൾ വലിയൊരു പ്രകാശമുണ്ട്. പ്രിയമുള്ളവരെ, ആ ആരാധനയുടെ സമയത്ത് ഐ വാസ് എക്സ്പീരിയൻസ് സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എനിക്കറിയില്ല, ലോകത്തിൻ്റെ മനുഷ്യനത് മനസ്സിലാവണം എന്നില്ല. ഇങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് നാവൊക്കെ ഇങ്ങനെ ശരി ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എൻ്റെ ശരീരം മുഴുവനും ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യുന്ന പോലെ എന്തോ ഒരു പവർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അത് പിറ്റേ ദിവസം അഭിഷേകാരാധനയുടെ സമയത്തും ഒരു വൈദികൻ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐ വാസ് എക്സ്പീരിയൻസിങ് ദ സെയിം സൂപ്പർ നാച്ചുറൽ വൈബ്രേഷൻ. ലൈക്ക് പിന്നെ മനസ്സിലായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശമാണ്. നാവൊക്കെ ഇങ്ങനെ പോകുന്നത് കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് പോലുള്ള ആ വരദാനങ്ങളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഭാഷാവരമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ, ക്രിസ്തുവിലേക്ക് നമ്മുടെ തകർന്ന ജീവിതത്തെ കൊടുക്കുമ്പോൾ, when you discover the gift, definitely there will be a miracle. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ പറ്റി ആഗമന കാലത്ത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം ക്രിസ്തു, ആ സമ്മാനം നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയോ? ഒരായുഷ്കാലം മുഴുവൻ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജീവിച്ചതുകൊണ്ട് കണ്ടെത്തണം എന്നില്ല. ഒരു ക്രൈസ്തവ കുടുംബത്തിലല്ല എന്നതുകൊണ്ട് കണ്ടെത്താതിരിക്കണം എന്നില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അപ്പം അതുകൊണ്ട് ആ ഗിഫ്റ്റ് കണ്ടെത്തുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കുനിഞ്ഞ ശിരസും മടുത്ത ഒരു ജീവിതമായിട്ട് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കയറി ചെന്ന ഒരു ഞായറാഴ്ച, പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ, ഒരംശം, ആ ഒരു അഭിഷേകത്തിൻ്റെ ഒരു ശകലം സ്വർഗം കനിഞ്ഞു തന്നപ്പോൾ ഞാൻ തിരിച്ച് ധ്യാനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷയാണ്. അതിജീവിക്കുന്നവന്റെ കരുത്താണ് ക്രിസ്തു. എനിക്കറിയാം, 18-ാമത്തെ വയസ്സിലെ ആ ദൈവാനുഭവം, അത് തന്ന ഒരു ബലം ജീവിതത്തെ അതിജീവിക്കാൻ ബലപ്പെടുത്തി. 18-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ മകനാണ് ഞാൻ. 18 വയസ്സിൽ. 25-ാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത്.
അത് അമല ആശുപത്രിയിലെ ആ ക്യാൻസർ ഹോസ്പിറ്റലാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ, എനിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഞാൻ ആദ്യമായിട്ടൊരു വാഹനം സ്വന്തമാക്കുമ്പോൾ, ഒരു വീട് സ്വന്തമാക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അച്ഛനും അമ്മയും, ഏകമകൻ എന്ന നിലയിൽ സഹോദരങ്ങളില്ല, ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, അവരുടെ സ്നേഹവും അവരുടെ കരുതലും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, ഒരു സ്വന്തം അച്ഛനമ്മ, ചേട്ടൻ, ചേച്ചി എന്നൊക്കെ പറയുന്നതിന് കുറെ കൂടെ ആഴമുണ്ട് അത്തരം ബന്ധങ്ങൾക്ക്. പലപ്പോഴും അത്തരം തനിച്ചാകലിൽ ഒറ്റയ്ക്ക് നിന്നു, ഒറ്റയ്ക്കിരിക്കുന്നവൻ്റെ കൂടെ ചേർന്നിരുന്ന ആളാണ് ഈശോ. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യനാഥനെ സ്വന്തമാക്കാൻ മാമോദിസ സ്വീകരിച്ചപ്പോൾ ശശി ഇമ്മാനുവേൽ എന്ന പേര് ചേർത്ത് വെച്ചു. ഇമ്മാനുവേൽ എന്ന പേരിന് ഞാൻ കാണുന്ന അർത്ഥം ഒറ്റയ്ക്കിരിക്കുന്നവൻ്റെ ദൈവമെന്നാണ്, തനിച്ചായി പോയവൻ്റെ ദൈവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ മഹാമാരിയുടെ നടുവിൽ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, നമ്മളൊരു ബിഗ് സീറോ ആണോ? ഡിസ്കവർ ദ ഗിഫ്റ്റ്. ദൈവം ഒരു ഗിഫ്റ്റ് നിനക്ക് തന്നിട്ടുണ്ട്. അവിടെ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ എംബ്രൈസ് ദ ഗിഫ്റ്റ് എന്നാണ്. ഈ ഗിഫ്റ്റിനെ എംബ്രൈസ് ചെയ്യാൻ പറ്റണം. ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 8-9 തിരുവാക്യങ്ങളിൽ പൗലോസ്ലിയ പറയുന്നുണ്ട്, എനിക്ക് ലാഭമായിരുന്നു ഇവയെല്ലാം ഞാൻ നഷ്ടമായി പരിഗണിക്കുന്നു. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ ശ്രേഷ്ഠമാകയാൽ, വിലയുള്ളതാകയാൽ സകലതും ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഇത് അവനോടുകൂടെ കാണപ്പെടുന്നതിന് വേണ്ടി, അവനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ ഗിഫ്റ്റ് നമ്മൾ എംബ്രൈസ് ചെയ്യണം. ഒരു സമയത്ത് വലിയ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുകയാണ്. പ്രത്യേകിച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ് കുമ്പസാരത്തെക്കുറിച്ചൊക്കെ വലിയ ചാനൽ ചർച്ച, പ്രമുഖമായ ചാനലിലിരുന്ന് അന്തിച്ചർച്ച നടത്തുന്നവര് കുമ്പസാരക്കൂടിനെ നോക്കിയിട്ട്, ഇസ് ഇറ്റ് എ കൺഫെഷൻ ചേംബർ, ഇസ് ഇറ്റ് എ കൺഫെഷൻ ബോക്സ് ഓർ റേപ്പ് ചേംബർ? പരിഭാവനമായ കൗദാശികമായ ഈ പുണ്യം നിറയുന്ന കുമ്പസാരക്കൂടിനെ നോക്കിയിട്ട് ഇത് റേപ്പ് ചേംബർ ആണോ എന്ന് ചോദിക്കാൻ പ്രമുഖ മാധ്യമം 9 മണിക്ക് ചാനൽ ചർച്ച നടത്തുന്നു. എല്ലായിടത്തും വിശ്വാസികൾ ഇങ്ങനെ സങ്കടത്തോടെയും അസ്വസ്ഥതയോടെയും കഴിയുന്ന ഒരു ദിവസം, ഒരു കപ്പൂച്ചൻ ആശ്രമത്തിൻ്റെ ദേവാലയത്തിൽ സായാഹ്ന ബലിയർപ്പിച്ചിട്ട് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ചോദിക്കുന്നു, കുഞ്ഞെ, എന്തെങ്കിലും ദിവ്യകാരുണ്യം സ്വീകരിച്ച് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഇന്നോളം ഈ നാവിൽ അലിയുന്ന അനന്ത സ്നേഹത്തിൻ്റെ സ്വർഗീയ അനുഭവം സ്വന്തമാക്കാൻ കഴിയാത്ത നിർഭാഗ്യ പാപികളെ ഓർത്ത് നിനക്ക് സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്നെങ്കിലും ഈ ദിവ്യകാരുണ്യം, നിന്റെ നാവിലലിയുന്ന സ്നേഹം സ്വീകരിച്ച് മുട്ടുകുത്തി നിൽക്കുമ്പോൾ, ഇതൊന്നും കിട്ടാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. ദേ വിൽ നെവർ ഗോ. ക്രിസ്തുവിനെ കണ്ടെത്തുവോളം മനസ്സിലാവില്ല അവർക്ക് ഇതെന്താ. അവരെ ഓർത്ത് നിനക്കൊന്ന് സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു കുമ്പസാരക്കൂടിന്റെ കരുണയിൽ നിന്റെ പാപങ്ങൾ കഴുകിയിട്ട് ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് മുട്ടുകുത്തി നിൽക്കുമ്പോൾ, പാപത്തിന്റെ പന്നിക്കുഴി കിടന്നിട്ട്, പാപത്തിന്റെ മ്ലേച്ഛതയിൽ കിടന്ന് ഉരുണ്ടിട്ട് രക്ഷപ്പെടാനാവാതെ വീണ്ടും വീഴുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് കുമ്പസാരം എന്താണെന്ന് അറിയില്ല. അവർക്ക് സിനിമയിൽ കോമഡി കാണിക്കാൻ പറ്റിയ സ്ഥലമാണ് കുമ്പസാരക്കൂട്. അവിടെ കോമഡിയാണ്. ചേട്ടാ, ഈ കുമ്പസാരം എന്താണെന്ന് അറിയണം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയെ സ്വന്തമാക്കിയ വിശുദ്ധനായ ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന് പറഞ്ഞ കാർഡിനൽ ന്യൂമാൻ ആംഗ്ലിക്കൻ സഭയിലെ സമുന്നത സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഭാഗമായി എല്ലാ സ്ഥാനമാനങ്ങളും കളഞ്ഞൊരു സാധാരണ വൈദികനായിട്ട് കത്തോലിക്ക സഭയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത്, എന്തിനാ ഈ പരിപാടി? താങ്കൾ ഇത്രയും ഉയർന്ന സ്ഥാനവും സാലറിയും ഒക്കെ കളഞ്ഞിട്ട്, ഒരു വലിയ ചരിത്ര സംഭവമാണ് ബ്രിട്ടനിൽ ഈ കാർഡിനൽ ന്യൂമാൻ കത്തോലിക്ക സഭയിലേക്ക് വരുന്നത്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്, ഞാൻ 2 കാര്യം കൊണ്ടാണ് കാത്തലിക് ചർച്ചിലെ, ഒന്ന്, അമ്മയില്ലാത്തൊരു സഭയിൽ നിന്ന് അമ്മയുള്ളൊരു സഭയിലേക്ക് വരുന്നു, പരിശുദ്ധ അമ്മ. 2, കത്തോലിക്ക സഭയുടെ കുമ്പസാരക്കൂട്ടിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഇറക്കി വെക്കുമ്പോൾ, എൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആനന്ദം
ഭൂമിയിൽ മറ്റെവിടെ എനിക്ക് കിട്ടുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, പിശാചിന് 2 സ്ഥലം പേടിയാണ്. ഒന്ന് ഈ ബലിപീഠം, മറ്റൊന്ന് കുമ്പസാരക്കൂട്. അതുകൊണ്ട് സാത്താൻ ഇത് രണ്ടും തകർക്കണം. ഇതിൻ്റെ പിന്നിൽ ഈ കുമ്പസാരക്കൂട്ടിലും ബലിപീഠത്തിലും നിൽക്കുന്നവനെ തകർക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക, വലിയ വിവേകം ആവശ്യപ്പെടുന്നു. നീ നിന്റെ ആ ദൈവം തന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതിനെ എംപ്രൈസ് ചെയ്യാനായിട്ട്, ചേർത്ത് പിടിക്കാനായിട്ട് പറ്റണം. ഒടുവിൽ ഒരു കാര്യം കൂടെ നമുക്ക് ഓർക്കാം, ഷെയർ ദ ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് നീ പങ്കുവെക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഡെൻവറിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ അവിടുത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ? ക്രിസ്തുവിനെ മറ്റുള്ളവരെ ക്രിസ്തുവിലും എത്തിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി എന്താണുള്ളത്? യേശു ക്രിസ്തുവിന് നിങ്ങളെ തന്നെ പൂർണ്ണമായി നൽകുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആഗമന കാലത്ത് പരിശുദ്ധാത്മാവ് ഇത് നമ്മളോട് ചോദിക്കുകയാണ്. എന്തൊക്കെയാ ഭാവി പരിപാടികൾ? ക്രിസ്തുവിനെ മറ്റുള്ളവരെ ക്രിസ്തു തരുന്ന ആനന്ദത്തിലേക്കും എത്തിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി എന്താണുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ആരാധനയുടെ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം. ഗോഡ് ഹസ് സംതിങ് ഗ്രേറ്റ് ഫോർ യു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ കാലത്തെ 2 വാക്കുകൊണ്ട് അടയാളപ്പെടുത്തി. ഒന്ന്, കൾച്ചർ ഓഫ് ഡെത്ത് എന്നൊരു വാക്കാണ്. മരണ സംസ്കാരം. നമ്മളിന്ന് കാണുന്ന അതാണ്. എവിടെയുണ്ട് ജീവൻ? കൊല്ലണം, മരിക്കണം, ആത്മഹത്യ ചെയ്യണം, തകർക്കണം. ഇങ്ങനത്തെ ഒരു സംസ്കാരം കടന്നു വരുമെന്ന് ഈ ജ്ഞാനവൃതൻ പ്രവചിച്ചു. ആ പ്രവചനം, ആ വിശുദ്ധനായ പാപ്പായുടെ പ്രവചനം സത്യമായി. ഇന്ന് മരണ സംസ്കാരം. രണ്ടാമത് അദ്ദേഹം ഉപയോഗിച്ചൊരു പദമുണ്ട്, കെയ്റോസ്. ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ടൈം ഓഫ് ഗ്രേസ്. കൃപ സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. പ്രിയമുള്ളവരെ, ഈ കെയ്റോസിലാണ് നമ്മൾ. ഈ മഹാമാരിക്കും മറ്റൊന്നിനും കെടുത്തിക്കളയാനാവാത്തൊരു വെളിച്ചം. അതാണ് യോഹന്നാൻ എഴുതിയത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞിട്ടില്ല, ഇരുളിന് കഴിയില്ല. ആ കെയ്റോസിലേക്ക് പ്രിയമുള്ളവരെ, ഈ രാത്രി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. ഈ ആഗമന കാലത്ത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. എത്രമേൽ തകർന്നവനോടും ഒന്നായി ചേർന്ന് അവനെ പുതു സൃഷ്ടിയാക്കി മാറ്റാൻ, പുതുജീവൻ പകരാൻ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആരാധനയുടെ നിമിഷങ്ങളാണ്. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ജീവിതവും ചേർത്ത് വെക്കുന്ന സമയമാണ്. എല്ലാവർക്കും ആശ്വാസമേകാൻ കഴിയുന്ന, എല്ലാവരുടെയും മുറിവുകൾ ഉണക്കാൻ കഴിയുന്ന നമ്മുടെ ഈശോ അൾത്താരയിൽ എഴുന്നള്ളുന്ന സമയമാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് നമുക്ക് ഈശോയെ ആരാധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാൽ അങ്ങേക്കാരാധന. ആഗ്രഹത്തോടെ പാടാം. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പറഞ്ഞു, എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ദിവ്യ മണവാളനായ ഈശോ മറഞ്ഞിരിക്കുന്ന
ആ വെളുത്ത തിരുവോസ്തി, ആ കൊച്ചു തിരുവോസ്തിയാണ് എൻ്റെ സ്വർഗം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആ ദിവ്യ കാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് പറയാൻ പറ്റണം, ആ വെളുത്ത തിരുവോസ്തി എൻ്റെ സ്വർഗമാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിയോഗങ്ങളെ, സങ്കടങ്ങളെയൊക്കെ ചേർത്ത് വെച്ചിട്ട് ആരാധിക്കാം. ഓ ദൈവപുത്ര, അങ്ങേക്ക് ആരാധന. ഓ യേശുനാഥ, അങ്ങേക്ക് ആരാധന. കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. ചേർന്ന് പാടാം. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ സൗഖ്യമവൻ, എൻ്റെ വിടുതലവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. എൻ്റെ സൗഖ്യമവൻ, എൻ്റെ വിടുതലവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. ഓശാന ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഓശാന ഹല്ലേലൂയ. ഓശാന ഹല്ലേലൂയ. ഓശാന ഹല്ലേലൂയ. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളെ സ്വന്തമാക്കാൻ ഇതാ നമ്മുടെ ദൈവം. പൗലോസ്ലീഹ പറഞ്ഞു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ അവർക്ക് ക്രിസ്തുവിൻ്റെ മഹിമയേറിയ സുവിശേഷത്തിൻ്റെ ആ വെളിച്ചം സ്വന്തമാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞെ, ഈ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ എന്നെങ്കിലും ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം നിന്റെ കണ്ണുകളെ നനയിച്ചിട്ടില്ലെങ്കിൽ, എന്നെങ്കിലും ഒരു കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി നിന്റെ ജീവിതത്തെ കൊടുത്തപ്പോൾ നിന്റെ കണ്ണുകൾ നനഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു ക്രൂശിത രൂപത്തിന് മുമ്പിൽ ഇരുന്നൊന്ന് കരയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു നുണയാണ്. തിരുവചനം പറയുന്നുണ്ട്, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഒരാൾ, പീറ്റർ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ട് കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉള്ളു നൊന്ത് കരഞ്ഞു. യേശു നോക്കിയാൽ സഹോദര നീ കരയും. കർത്താവ് നിന്നെ നോക്കുന്ന, ജീവിതത്തിലേക്ക് നോക്കുന്ന സമയമാണ്, സന്ധ്യയാണിത്. ഈ രാത്രി, ഈ ആഗമന കാലത്ത് നീ ഒരുങ്ങിയോ? നിന്റെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ, കയ്യിൽ സാനിറ്റൈസർ ഇടുന്നുണ്ട് നമ്മൾ, ഒരു വൈറസിനെ ചെറുത്തു തോൽപ്പിക്കാൻ. ചെയ്യണം, നമ്മൾ അതിജീവിക്കണം. കരങ്ങളിൽ സാനിറ്റൈസർ ആക്കുമ്പോൾ ഉള്ളിൽ പ്രാർത്ഥിക്കാനും കൂടെ കഴിയണം. സാങ്ക്ടിഫൈ മീ ഓ ഗോഡ്. എനിക്ക് കാണാനാകാത്ത അശുദ്ധിയുടെ വൈറസുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എനിക്ക് ചുറ്റിലും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് തേടാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവേ, ഇതാ അങ്ങയിലേക്ക് കാലികൾക്ക് നടുവിൽ നീ പിറന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകളിലേക്ക് ഈ ആഗമന കാലത്ത് ഞാൻ നിന്നെ വിളിക്കുന്നു. തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവം കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ, എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ? കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ, എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ?
കാലി തൊഴുത്തിനേക്കാൾ കറകളുണ്ടേലും എൻ ഹൃത്തടത്തിൽ വാഴുവാൻ നിനക്കെന്നുമിഷ്ടം. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. ഒരിക്കലൊരു കൊച്ചുകുഞ്ഞ് അവളുടെ പിതാവിനോട് ചോദിച്ചു, അപ്പാ, ഈശോ അപ്പത്തിന് വേദനിക്കില്ല? മനുഷ്യരിങ്ങനെ ഇങ്ങനെ വായിക്കകത്തൊക്കെ ഇട്ട് ഈശോയെ ചവച്ചരയ്ക്കുമ്പോൾ ഈശോ അപ്പത്തിന് വേദനിക്കില്ല? പ്രിയമുള്ളവരെ, ഇതാ നമ്മുടെ ദൈവം, നമുക്ക് വേണ്ടി മനുഷ്യനായി പിറന്നവൻ. ഈ ആരാധനയുടെ സമയത്ത് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത് ഓർക്കണം. There are lots of baptized unbelievers inside the church, but there are lots of unbaptized believers in the world. നമ്മൾ ദേവാലയത്തിനകത്തെ അവിശ്വാസികളുടെ ഗണത്തിലാണോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കൊടുക്കാം. എന്നെങ്കിലും തിരുവോസ്തിരൂപനെ സ്വീകരിച്ചിട്ട് മുട്ടുകുത്തി നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നണം. ഇത്രയും സ്നേഹം ഒന്നിച്ചു തരുന്ന, ഇത്രയധികം എന്നെ തന്നോട് ചേർക്കുന്ന, ഇത്രയഗാധമായി എന്നെ സ്നേഹിക്കുന്ന ഈശോ, ആ ഈശോയുടെ സ്നേഹം അറിയാത്ത എത്ര മനുഷ്യരാണ് ലോകത്തിൽ. അതുപോലെ ഒരു കുമ്പസാരക്കൂടിൻ്റെ പ്രശാന്തതയിൽ നിന്റെ ജീവിതത്തിൻ്റെ കറകളെ യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്ന ആ ഒരു മാജിക്കൽ മൊമെന്റ്സ് ഉണ്ട്. അത് ലോകത്തിന് മനസ്സിലാവില്ല. ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പാപത്തിൻ്റെ പന്നിക്കുഴി കിടക്കുന്നവരെ ഓർത്തിട്ട് ഒരു സങ്കടം തോന്നിയാൽ പിന്നെ കുദാശയ്ക്കും പൗരോഹിത്യത്തിനും ഒക്കെ എതിരായിട്ടുള്ള സ്മാർത്ത വിചാരങ്ങളെ ഓർത്തിട്ട് നമുക്ക് അത്ര അസ്വസ്ഥതയൊന്നും തോന്നില്ല. നമ്മുടെ ഹൃദയം ഈശോയിലേക്ക് കൊടുക്കാം. ഇതാ ഈ അൽത്താരയിൽ എൻ്റെ ഈശോ. ആരോ ഒരിക്കൽ പറഞ്ഞു, ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് ഈസ് ഗിവിങ് ആൻഡ് ഫോർഗിവിങ്. ക്രിസ്തുമസിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് നൽകലും ക്ഷമിക്കലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഗമനകാല രാത്രിയിൽ ഈശോ നിന്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കാൻ ഞാൻ ക്ഷമിക്കണം. സൗഖ്യമുണ്ടാവണം. ഒരുപാട് മുറിവുകളും ഒരുപാട് വേദനകളും ഉള്ളിൽ ഒളിപ്പിക്കുന്നവരാണ് നമ്മൾ. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ സുഖമാക്കണമേ, ദൈവമേ എന്നെ കഴുകണമേ. തിരുവിലാവിൽ നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. എത്രമേൽ തകർന്നവനോടും എത്രമേൽ മുറിവേറ്റവനോടും ഒന്നായി ചേർന്ന് അവനെ പുതുസൃഷ്ടിയാക്കി മാറ്റാൻ കഴിയുന്ന ഈശോ ഈ അൽത്താരയിലുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സാധിക്കുമെങ്കിൽ നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആഗ്രഹിക്കുക, കർത്താവേ എന്നെ തൊടണമേ. ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തി കരങ്ങൾ അവിടുന്ന് നീട്ടുന്ന സമയമാണ്. വലിയ സൗഖ്യവും വിടുതലും നിറയട്ടെ. നമുക്ക് നമ്മളെ തന്നെ നൽകാം, നമുക്ക് ക്ഷമിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ചേർത്ത് വെച്ച് നമുക്ക് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ.
ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകുമെൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകുമെൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിലേക്ക്, ജീവിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു നിയോഗവും വെറുതെ ആവില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ പരിവർത്തനപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസവും പ്രാർത്ഥിക്കാത്തൊരു ദിവസവും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബവും പ്രാർത്ഥിക്കാത്തൊരു കുടുംബവും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ മഹാമാരിയുടെ തകർച്ചകളും വേദനകളും പേറി നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കർത്താവിലേക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാകാം ഇത്. ഈശോയ്ക്ക് കഴിയും. കർത്താവെ, അവിടുന്ന് ഇടപെടണമേ. നമ്മൾ പറഞ്ഞു, ദൈവം ഒരു മാജിക്കുകാരനൊന്നുമല്ല. ദൈവം ഒരു വ്യക്തിയാണ്. ഹീസ് എ പേഴ്സൺ. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് കേൾക്കാഞ്ഞിട്ടല്ല. ഹോസിയ 4:6 തിരുവചനം പറയുന്നു, എൻ്റെ ജനം അവരുടെ അജ്ഞത നിമിത്തം നശിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ മൈ പീപ്പിൾ ആർ പെറിഷ് ബിക്കോസ് ദേ ഡു നോട്ട് അക്നോളജ് മീ. സഹോദര സഹോദരി, നീ ദൈവത്തെ അക്നോളജ് ചെയ്യണം. നിന്റെ പിതാവായി, രക്ഷകനായി, കർത്താവായി. ലോർഡ്, ഐ നീഡ് യു, ഐ വാണ്ട് യു. എനിക്ക് അങ്ങേ വേണം. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് തേടാം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവ ചൈതന്യം കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന എല്ലാ പാപങ്ങളെയും നമുക്ക് ഓർക്കാം. ജെറമിയ 17:9 തിരുവെഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമായ വിധം ദുഷിച്ചതാണ്. ആർക്കാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മുടെ മനസ്സിനെ പരിശോധിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തെ പരീക്ഷിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ കബളിപ്പിക്കാനാവില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നീ ഒരു അനുഗ്രഹം തിരയുമ്പോൾ, ഒരു സൗഖ്യത്തിന് വേണ്ടി കരം നീട്ടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. കർത്താവേ, മലിനമായ കരങ്ങളിൽ അനുഗ്രഹം പകരപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ കരങ്ങളെ ശുദ്ധിയുള്ളതാക്കാൻ കരുണയുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ. കരുണയുള്ള ദൈവമേ, എന്നിൽ കനിയണമേ. ഈ ആഗമന കാലത്ത് പ്രത്യേകിച്ച് ഈശോയുടെ തിരുപ്പിറവി ഏറ്റവും അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ഒരുപക്ഷെ കുമ്പസാരിക്കാൻ ഒരു വൈദികന്റെ സാന്നിധ്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കണ്ണുനീര് കൊണ്ട്
ഈശോയുടെ പാദങ്ങൾ കഴുകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഹൃദയ പരമാർത്ഥതയുള്ളവർ അവിടുത്തെ മുഖം ദർശിക്കും. പരമാർത്ഥ ഹൃദയർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ഈശോയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളത്, ശോചനീയമായ വിധം ദുഷിച്ചത്. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുന്നു, ഹൃദയത്തെ പരീക്ഷിക്കുന്നു. നമ്മുടെ നിയോഗങ്ങൾ, ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ ശുദ്ധിയുള്ളതാണോ? ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. അറിയാതെ ചെയ്ത എൻ്റെ അപരാധങ്ങൾ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ ആരോടും പറയാതെ ഞാൻ കൊണ്ടു നടക്കുന്ന പാപമാലിന്യങ്ങൾ തിരുവോസ്തിരൂപനായ ജീവിക്കുന്ന കർത്താവെ, അവിടുന്ന് എടുത്തു നീക്കണമേ. കാൽവരി കുരിശിൽ നിന്ന് അവിടുത്തെ വിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ, ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേൽ ഒഴുകിയിറങ്ങട്ടെ. കർത്താവെ, തിരുരക്തത്താൽ ഞങ്ങളെല്ലാം കഴുകണമേ. അറിയാതെ ചെയ്ത അപരാധങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ജീവിതത്തിൽ ഏതെങ്കിലും ഏറ്റുപറയാത്ത പാപങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഓർക്കുക, ഞാൻ എൻ്റെ കണ്ണുനീര് കൊണ്ട് കഴുകാത്ത പാപങ്ങൾ ഈശോ തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണുനീര് കൊണ്ട് ഞാൻ കഴുകണം. ആദ്യം കർത്താവ് തിരുരക്തം കൊണ്ട് കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 1:7 തിരുവെഴുത്ത് നമുക്ക് ഉറപ്പു തരുന്നു. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുരക്തം ഒഴുകിയിറങ്ങി എന്നെ ശുദ്ധീകരിക്കട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയാ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയാ. പാപത്തിനാഴിയിൽ വീഴാതെ എന്നുമേ കാത്തിടണേ എൻ്റെ കാരുണ്യമേ. കാത്തിടണേ എൻ്റെ പ്രിയമുള്ളവരെ, കാരുണ്യമേ. ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടി ഒന്ന് സ്തുതിച്ചാരാധിച്ച ആശീർവാദം സ്വീകരിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവിന്റെ മുമ്പിൽ ഞാൻ പാപിയാണെന്ന് പറയുന്ന ഒരാളും പാപവിമുക്തനാകാതെ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം തന്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തും. വിശ്വാസത്തോടെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.